ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ലിമിയാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ഒന്നാം തരം ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു 1/4 കിലോളം ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വേവിക്കുമ്പോൾ ഇച്ചിരി മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനോട് ഒന്നിച്ച് വേവിച്ച വെള്ളവും ഇച്ചിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം ഞാനിവിടെ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്, അതായത് തേങ്ങ എണ്ണ. ഒരു 3-4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും തേങ്ങ യൂസ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് 3 മീഡിയം സൈസിലുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വലിയ എരിവുള്ളതല്ല, എന്നാലൊട്ടും എരിവില്ലാത്തതല്ല. മാത്രമല്ല നമ്മൾ ബീഫിന് ഓൾറെഡി കുരുമുളകൊക്കെ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് മതിയാകും. ഇതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ വേവിച്ച ഇത്തിരി വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചേർക്കുന്നത്. കാരണം ഈ വെള്ളം അതിനോട് കൂടി ഒന്നിച്ച് വറ്റുമ്പോൾ നല്ല ടേസ്റ്റായി കിട്ടും. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പൊക്കെ കണക്കായിട്ടുണ്ട്. ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ട ഉപ്പ് കണക്കാണ്. ഉപ്പിടേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഗരം മസാലയിലും ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ മതിയാകും. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് കൈയിലിട്ട് കൊടുക്കണം. നന്നായി മൊരിഞ്ഞു വരണം. ഇപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് എണ്ണ ആറാൻ വെച്ചിട്ട് ഒന്ന് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.